കോതമംഗലം ലവ് ജിഹാദ് കേസിൽ ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ വീട്ടിൽ കെ.പി. ശശികല ടീച്ചർ ഇപ്പോൾ സന്ദർശനം നടത്തുകയാണ്. തത്സമയത്തിലേക്ക് അതെയോ ശശികല കേസൊക്കെ അവർക്കെതിരെ ആത്മഹത്യക്ക് മാത്രമേ കേസെടുത്തുള്ളൂ. അവനാണ് വീട്ടിൽ കൊണ്ടുപോയി കൂട്ടിയിട്ട് ഈ കൂട്ടിയിട്ട സമയത്ത് പെങ്ങള് ആ കൂട്ടുകാരിനെ വിളിച്ചായിരുന്നു, ഇങ്ങനെ വാപ്പയും ഉമ്മയും കൂട്ടിയിട്ടേക്കോന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ കൂട്ടുകാരിക്ക് അറിയാവുന്ന അവർ കൂട്ടിയിട്ട് പോയി. എന്നിട്ട് അവർക്കെതിരെ കൂട്ടിയിട്ടതിൻ്റെ ഒരു സെക്ഷൻ ഒന്നുമില്ല. പിന്നെ അവിടെ കൂട്ടിയിട്ട് എന്തിനാന്നൊരു എഴുതേണ്ട ഒരു ഇത്, അതെന്തിനാന്ന് വെച്ചാൽ പൊന്നാനിക്കൊണ്ടാകുമായിരുന്നു. അതുകൊണ്ടാണ് ഇവർ കൂട്ടിയിട്ടതിൻ്റെ എഴുതാത്തതെന്ന് അറിയില്ല. ഇവരാകെ ആത്മഹത്യ പേരണയ്ക്ക് മാത്രമേ അവർക്കെതിരെ എടുത്തിട്ടുള്ളൂ. സുബിൻ തോമസ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുബിൻ, ഇപ്പോൾ കെ.പി. ശശികല ടീച്ചർ ലവ് ജിഹാദ് കേസിൽ ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ വീട് സന്ദർശിക്കുകയാണ്. അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? നിലവിൽ അല്പം മുമ്പാണ് ശശികല ടീച്ചർ ഈ കോതമംഗലത്തെ പെൺകുട്ടിയുടെ വീട്ടിലെത്തി സഹോദരനും അതുപോലെ അമ്മയുമായി സംസാരിക്കുകയാണ്. ഈ മകളുടെ മരണത്തിൽ നിന്ന് ഇപ്പോഴും ആ അമ്മ അതിന്റെ ഒരു ഷോക്കിൽ നിന്ന് പുറത്തു വരാത്ത ഒരു സാഹചര്യമുണ്ട്. അവരുമായി കൂടുതൽ സംസാരിച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. നിലവിലെ അന്വേഷണം ഏത് ഗതിയിൽ മുമ്പോട്ട് പോകുന്നു എന്നടക്കമുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ കാര്യങ്ങൾ ഈ മാതാവുമായും അതുപോലെ തന്നെ സഹോദരനുമായും സംസാരിക്കുന്നുണ്ട്. ഇന്ന് കോതമംഗലത്ത് ഈ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഏകദിന കൂട്ട ഉപവാസ സമരം നടന്നു വരികയാണ്. അതിന്റെ സമാപനം വേണ്ടിയാണ് ഇന്ന് ഈ ശശികല ടീച്ചർ കോതമംഗലത്ത് എത്തിയത്. ഇതിനു മുമ്പാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു വീട്ടിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ ആരംഭിച്ച സമരം, അതായത് ഉപവാസ സമരം നിരവധി ആളുകൾ പ്രധാനമായും പങ്കെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാന ഉപാധ്യക്ഷൻ, ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷൻ ചൈതന്യാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു ഉപവാസ സമരം നടക്കുന്നത്. കൂടാതെ രാവിലെ നടന്ന സമരത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന അധ്യക്ഷൻ ആർ.വി. ബാബു ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരുന്നു. പ്രധാനമായും ഈ കുടുംബത്തിന് ഇപ്പോഴും ഒരു പരാതിയായി അവർ മുമ്പോട്ട് വയ്ക്കുന്നത് ഈ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമാണ് ഈ മാതാപിതാക്കൾക്കെതിരെ നിലവിൽ ചുമത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കുറ്റവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളൊന്നും തന്നെ പോലീസ് ഈ പ്രതികൾക്കെതിരെ ചേർക്കാത്ത ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അതിൽ ആ വകുപ്പുകൾ ഉൾപ്പെടുത്താത്ത ഒരു സാഹചര്യമുണ്ട്. ഈ റമീസിനെതിരെ ആണെങ്കിൽ പോലും ഈ ആത്മഹത്യാ പ്രേരണ കുറ്റവും അതുപോലെ തന്നെ മർദ്ദിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിട്ടുള്ളത്. അതിനുശേഷം പിടിയിലായ റമീസിന്റെ മാതാപിതാക്കൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രം ചുമത്തിയിരിക്കുന്നു. പക്ഷേ ഇവർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളും അതുപോലെ തന്നെ തെളിവുകളും എല്ലാം തന്നെ കൃത്യമായി നൽകിയിട്ടും ഈ മതപരിവർത്തനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്താത്ത പോലീസ് കൃത്യമായ അലംഭാവം കാണിക്കുന്നു എന്നുള്ളതാണ് കുടുംബം പ്രധാനമായും പറയുന്നത്. പോലീസ് പറയുന്നത് പ്രകാരം കൃത്യമായ തെളിവുകൾ ശേഖരിക്കേണ്ടതായുണ്ട്. ഈ മതപരിവർത്തനത്തിന് നിർബന്ധിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു കൃത്യമായ തെളിവ് ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ തെളിവുകൾ ലഭിക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ ഈ വകുപ്പുകൾ ചുമത്താനാകൂ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പുകൾ ചുമത്താനാകൂ എന്നുള്ള ഒരു വിശദീകരണമാണ് എന്തായാലും പോലീസ് നൽകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഹിന്ദു ഐക്യവേദി കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം തന്നെ ബി.ജെ.പി. ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികളും വരും ദിവസങ്ങളിൽ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിൽ വീട്ടിൽ ശൈലജ ടീച്ചറും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളും കൂടിക്കാഴ്ച തുടരുകയാണ്.